അങ്ങനെ ISLന്റെ കാര്യവുമായി ബന്ധപ്പെട്ട് നിലവിലൊരു പുതിയ അപ്ഡേറ്റും കൂടി പുറത്തേക്ക് വന്നിട്ടുണ്ട്. ഇത് കാരണം കഴിഞ്ഞു പോയിട്ടുണ്ടായിരുന്ന ദിവസങ്ങളിലൊക്കെ ഫെബ്രുവരിയിൽ ISL ആരംഭിക്കുമെന്നായിരുന്നു നമുക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്ന റിപ്പോർട്ട്. എന്നാൽ നിലവിൽ പുറത്തേക്ക് വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ISL ജനുവരി തന്നെ ആരംഭിക്കുവാനായിട്ടുള്ള സാധ്യതകളാണ് നിലവിലുള്ളത്. ജനുവരി ഒരു മൂന്നാമത്തെ ആഴ്ചയോട് കൂടി ISL ആരംഭിക്കുമെന്നാണ് നമുക്ക് നിലവിൽ ലഭിക്കുന്ന ഒരു റിപ്പോർട്ട് എന്ന് പറയുന്നത്. ISL ജനുവരി 3-ാം തീയതി ആരംഭിച്ചൊരു മെയ് മാസം അവസാനത്തോടു കൂടി എൻഡ് ചെയ്യണമെന്നാണ് നിലവിൽ അറിയാനായിട്ട് സാധിക്കുന്നത്. നിലവിലെ സാഹചര്യത്തിൽ നമുക്കെല്ലാവർക്കും അറിയാം, ഒരുപാട് സമയം താമസിച്ചിട്ടുണ്ട്. സോ അതിനാൽ തന്നെ വളരെയധികം ഒരു ബിസി ഷെഡ്യൂൾ തന്നെയായിരിക്കും ഉണ്ടാവുക. അതിനാൽ തന്നെ മുമ്പത്തെ പോലെ ഹോം അവേ മാച്ചസ് നടത്താൻ പറ്റാത്തൊരു സിറ്റുവേഷനാണ് ഉള്ളത്. അതിനാൽ തന്നെ 2 വെന്യൂ ചൂസ് ചെയ്തിട്ട്, അതായത് കൊൽക്കത്തയും ഗോവയുമായിട്ട് 2 വെന്യൂ ചൂസ് ചെയ്തിട്ട് അവിടെ 2 ഗ്രൂപ്പുകളായിട്ട് ക്ലബ്ബുകളെ തിരിച്ചിട്ട്, അതായത് നിലവിൽ ISLൽ 14 ക്ലബ്ബുകളാണ് ഉള്ളത്. ഐ ലീഗിൽ നിന്ന് പ്രൊമോട്ടായി വന്ന ഇന്റർകാഷ് ഉൾപ്പെടെ 14 ക്ലബ്ബുകളാണ് ISLനുള്ളത്. അങ്ങനെ മൊത്തം 7 ക്ലബ്ബുകൾ, അതായത് 7 ക്ലബ്ബുകളുള്ള 2 ഗ്രൂപ്പുകളായിട്ട് ഗോവയും കൊൽക്കത്തയിലും വെച്ച് ഈ ഒരു മത്സരങ്ങൾ നടത്താനാണ് പദ്ധതി എന്നാണ് അറിയുവാനായിട്ട് സാധിക്കുന്നത്. ഒരു ക്ലബിന് കുറഞ്ഞത് 6 മത്സരങ്ങളായിരിക്കും ഫസ്റ്റ് ഗ്രൂപ്പിൽ ലഭിക്കുക എന്നും ഒരു റിപ്പോർട്ട് പുറത്തേക്ക് വരുന്നുണ്ട്. ഹോം അവേ മത്സരങ്ങളില്ല എന്നാണ് നമുക്ക് അറിയുവാനായിട്ട് സാധിക്കുന്നത്. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ AFCയുടെ ക്രൈറ്റീരിയ, അതായത് മിനിമം മാച്ചസ് റിക്വയർഡ് ആയിട്ടുള്ളത് പൂർത്തീകരിക്കാൻ പറ്റുമോ എന്നൊരു കാര്യം ഒരു സംശയമുണ്ട്. എങ്കിൽ പോലും മാക്സിമം 19 മാച്ചസ് വരെ ലഭിക്കുന്ന ഒരു ക്ലബിന് ലഭിക്കുന്ന തരത്തിലുള്ള ഒരു മത്സരം, അല്ലെങ്കിൽ ആ ഒരു തരത്തിലുള്ള ഒരു സ്ട്രക്ചറാണ് കൊണ്ടുവരാനായിട്ടുള്ള ശ്രമങ്ങളാണ് നടത്തുന്നതെന്നാണ് അറിയുവാനായിട്ട് സാധിക്കുന്നത്. ഒരു 3-അംഗ കമ്മിറ്റി നിലവിൽ അഖിലേന്ത്യാ ഫുട്ബോൾ ഫെഡറേഷൻ നേരത്തെ രൂപീകരിച്ചിട്ടുണ്ടായിരുന്നെന്നാണ് അറിയുവാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നത്. ആ ഒരു കമ്മിറ്റി കൊടുക്കുന്ന റിപ്പോർട്ട്, അതായത് ജനുവരി 2-ാം തീയതിക്കുള്ളിൽ ഒരു റിപ്പോർട്ട് കൊടുക്കുമെന്നാണ് അറിയുവാനായിട്ട് സാധിച്ചിട്ടുള്ളത്. സോ അങ്ങനെയുള്ള പലതരത്തിലുള്ള പല വേരിയഡ് ആയിട്ടുള്ള റൂമേഴ്സും അപ്ഡേറ്റുകളുമാണ് ഇന്ത്യൻ ഫുട്ബോളിനെ സംബന്ധിച്ചിടത്തോളം വരുന്നത്. സോ അതിനാൽ തന്നെ ഒന്നിലും ഒരു കൺഫർമേഷൻ നമുക്ക് ലഭിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം. ഇനി ISL ഈ ഒരു ജനുവരി 3rd വീക്ക് ആരംഭിക്കുകയാണെന്നുണ്ടെങ്കിൽ പോലും വളരെ ബിസി ഷെഡ്യൂളിലായതിനാൽ തന്നെ വളരെയധികം കൺജസ്റ്റഡ് ആയിട്ടുള്ള ഒരു ISL തന്നെയായിരിക്കും എന്ന് വേണമെങ്കിൽ പറയാനായിട്ട് സാധിക്കും. നേരത്തെ നടന്നിട്ടുണ്ടായിരുന്ന ISLൊക്കെ നമുക്കറിയാം, ഹോം അവേ മാച്ചസ് ഉള്ള ഒരു 6-7 മന്തൊക്കെ കുറഞ്ഞത് നീണ്ടു നിൽക്കാനായിട്ട് സാധിക്കുന്ന തരത്തിലുള്ള, അതായത് എല്ലാ തരത്തിലുമുള്ള ഷെഡ്യൂളും കൃത്യമായി മെയിൻറ്റെയിൻ ചെയ്യുവാനായിട്ട് സാധിക്കുന്ന തരത്തിലുള്ള ISL സീസണുകളായിരുന്നു നേരത്തെയുള്ള കഴിഞ്ഞു പോയിട്ടുണ്ടായിരുന്ന സീസണുകളൊക്കെ തന്നെ. സോ അതിനാൽ തന്നെ ഇക്കുറി വളരെ വലിയ മാറ്റങ്ങളൊക്കെ തന്നെയാണ് ടോപ്പ് ടയർ ലീഗിന് സംഭവിച്ചിട്ടുള്ളത്. എന്തുകൊണ്ടും സ്പോൺസേഴ്സിൻ്റെ പ്രശ്നവും താരങ്ങൾക്ക് നിലവിൽ ISL കളിക്കാനായിട്ട് സാധിക്കാൻ പറ്റാത്ത പ്രശ്നവും ഒക്കെ തന്നെ നേരിടുന്ന സിറ്റുവേഷനാണ് ഉള്ളത്. ഈ ഒരു പ്രശ്നം നിലനിൽക്കുന്ന തന്നെ തൽക്കാലം ഈ ഒരു ISL സീസൺ, അതായത് 12-ാം സീസൺ ബഹിഷ്കരിക്കാതെ ഒരുപക്ഷെ മികച്ച രീതിയിൽ അത് ചെറിയ രീതിയിലാണെങ്കിലും നടത്തിക്കൊണ്ടുപോകാനായിട്ടുള്ള ഒരു ലക്ഷണം, അല്ലെങ്കിൽ ആ ഒരു ശ്രമമാണ് നിലവിലുള്ളതെന്നാണ് തോന്നുന്നത്. എങ്കിൽ പോലും അടുത്തൊരു സീസൺ, അതായത് 13-ാം സീസണിലേക്കൊക്കെ വരുമ്പോഴത്തേക്കും പഴയ തരത്തിലുള്ള ISL തിരിച്ചു കൊണ്ടുവരേണ്ടതായിട്ടുള്ളത് അധികൃതരുടെ ഉത്തരവാദിത്തമാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. സോ ആ തരത്തിലേക്ക് വീണ്ടും ISL മാറട്ടെ, അല്ലെങ്കിൽ അതുപോലെ വരട്ടെ എന്ന്